സ്വർണ്ണവില ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വിഷമകരമായിട്ടുള്ള കാര്യം, ആരും വല്ലാത്ത രീതിയിൽ റിപ്പോർട്ട് ചെയ്യാത്ത വളരെ സങ്കടം ഉണ്ടാക്കുന്ന വിഷയം എന്ന് വെച്ചാൽ 84 പേര് ഈ ഒരു സമയം വരെയൊക്കെ തന്നെ ഈ വ്യാഴാഴ്ച തന്നെ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ ഹോസ്പിറ്റലിലേക്ക് ഇറാൻ്റെ മിസൈൽ പോയിട്ട് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിയെ തന്നെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ US ഇതിൽ ഇറങ്ങോ ഇല്ലേ എന്നുള്ളതാണ് ഏറ്റവും ഇനി എല്ലാവരും നോക്കി നിൽക്കുന്നത്. ഇസ്രായേലിൻ്റെ അടുത്തുള്ള അയൺഡോമിൻ്റെ മിസൈലുകളൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ള പാഠങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇറാൻ്റെ മിസൈലുകൾ കഴിഞ്ഞു എന്നൊക്കെ രീതിയിൽ പല ആളുകൾ പണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മിസൈൽ ഇങ്ങനെ അടക്കണം, ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് നിരന്തരം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് എടുക്കുന്ന സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ബങ്കറുകളിൽ ഇസ്രായേലിലെ ആളുകൾ നിൽക്കേണ്ട അവസ്ഥയാണ്. അത് മാത്രമല്ല, ഇത് 20 മിനിറ്റോളം എടുക്കും ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്ന് മിസൈൽ എത്താൻ വേണ്ടിയിട്ട്. അത്രയും സമയം കൊണ്ട് ഇസ്രായേലിന് എന്താക്കണം, സൈറൻ അല്ലെങ്കിൽ അപായ സൂചന നൽകി എല്ലാവരും ബങ്കറിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ട്, അതിങ്ങനെ പേടിപ്പെടുന്നൊരു ഇത്. ഇസ്രായേലാണെങ്കിൽ ഇറാൻ്റെ പല സ്ഥലങ്ങളിലും അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും പുതിയ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറഞ്ഞിട്ടുള്ളത് പുതിയ ബാച്ച് മിസൈൽ വിട്ടിട്ടുണ്ട് എന്നുള്ള. ചൈനയും റഷ്യയും ഇനി എങ്ങനെ ഇതിന് നിലപാടെടുക്കും എന്നുള്ള. ഇന്ത്യ ഒരുപാട് എണ്ണ ഇറാനിൽ നിന്ന് വാങ്ങുന്നതാണ്. പാകിസ്ഥാനുമായിട്ട് അതിൽ പങ്കുവെക്കുന്ന രാഷ്ട്രം കൂടിയാണ് ഇറാൻ. പാകിസ്ഥാൻ്റെ ഈ മിലിറ്ററി ചീഫുമായിട്ട് സൈനിക മേധാവിക്ക് ഈ ട്രംപ് അവിടെ വിരുന്ന് നൽകിയതും വളരെയധികം പ്രധാനമുണ്ട്. ഇതൊക്കെ കളഞ്ഞു മറിഞ്ഞ ഈ ഒരു മേഖലകളിലൂടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇതൊക്കെ വന്നു റേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തകൾ FMC വന്നു. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് 3372 3370 ആ പരിധികളിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില ഉള്ളത്. നേരത്തെ വലിയ രീതിയിൽ തകർച്ചകളിലൊക്കെ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കയറി ഉയർന്ന നിലയിലേക്ക് സേഫ് ഹെവൻ ഡിമാൻഡ് കാരണം വന്നു. നാളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് തന്നെ, അതായത് 4120 തന്നെ തുടർന്ന് പോകുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവില ഈ ഒരു പ്രശ്നം നാളെ യൂറോപ്യന്മായിട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ട്, ഈ ഇറാൻ ഒഫീഷ്യൽസൊക്കെ ആയിട്ട്. അതിലൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇറാൻ്റെ സുപ്രീം ലീഡറൊക്കെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വരുന്ന ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ടായതുകൊണ്ടും മിസൈലുകൾ അങ്ങോട്ട് ഇപ്പോഴും പോകുന്നത് കൊണ്ടും ഒക്കെ ഗോൾഡ് പ്രൈസ് വളരെ വലിയ രീതിയിൽ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 4120 നാളെ തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ.